നമസ്കാരം. ഭൂമികയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഭൂമിക എത്തിയിട്ടുള്ളത് തൃക്കരിപ്പൂരിനടുത്തുള്ള പേക്കടം എന്ന് പറഞ്ഞ സ്ഥലത്ത് യൂസഫ് സാറിൻ്റെ വീട്ടിലാണ്. ഈ വീട്ടുവളപ്പിൽ നിരവധിയായിട്ടുള്ള ഫലവൃക്ഷ തൈകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഈ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടുവരുന്ന നിരവധിയായിട്ടുള്ള ഫലവൃക്ഷങ്ങൾ നമ്മളിവിടെ കണ്ടു. അപ്പോൾ പ്രധാനമായിട്ടും ഏതൊക്കെയാണ് ഇനങ്ങൾ ഇവിടെ സാർ കൃഷി ചെയ്തിട്ടുള്ളത്? ഇവിടെ എൻ്റെ അടുത്ത് പിന്നെ റംബുട്ടാൻ, പിന്നെ ലിച്ചി, പിന്നെ 2-3 തരം മറ്റേ പ്ലാവുകൾ, പിന്നെ ഗാബ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ടുണ്ട്, പിന്നെ മറ്റേ ഈ ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ എല്ലാം ഓർത്തോർത്ത് പറയാനാണെങ്കിൽ പിന്നെ ഇതുണ്ട് സീതാപ്പഴം എന്ന് പറഞ്ഞാൽ ഈ വലിയ തരം. തൃക്കരിപ്പൂർ പേക്കടത്തെ കല്ലേരി യൂസഫിന്റെ വീട്ടുവളപ്പിൽ വിദേശ പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടെ 35 ഇനങ്ങൾ പൂവിട്ടും കായ്ച്ചും നിൽക്കുന്നു. 23 സെന്റ് ഭൂമിയിലും മട്ടുപ്പാവിലുമായിട്ടാണ് ഇദ്ദേഹം കൃഷി ചെയ്തു വരുന്നത്. സാറ് മുന്നേ ഒരു പ്രവാസിയായിരുന്നു അല്ലേ? അപ്പൊ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചിട്ട് നാട്ടിൽ എത്തിയപ്പോൾ ഒരു ഹോബി എന്നുള്ള രീതിയിലാണോ തുടങ്ങിയതാണ്? അതുപോലെ ഈ വെറൈറ്റീസ് ഒക്കെ എങ്ങനെയാണ് ഇതിന്റെ ചെടികൾ കളക്ട് ചെയ്യുന്നത്? പറഞ്ഞാല് അധികം യൂട്യൂബിൽ ഇതിലൊക്കെ നോക്കും. എന്നിട്ട് ഈ പുറത്തുള്ള ഇപ്പം തൃശ്ശൂർ, പാലക്കാട് അവിടെ നിന്നൊക്കെ വരുത്തിക്കും ഓർഡർ ചെയ്തിട്ട്. അങ്ങനെ കുറേ ഉണ്ടാവും. പിന്നെ എന്താ പറഞ്ഞാൽ ഇതിൻ്റെ പാതി നഷ്ടപ്പെട്ടു, ഈ വെയിലും ഇതൊക്കെ ആയിട്ട് പിന്നെ നോക്കാൻ കഴിയാതെ വന്ന് അങ്ങനെ കുറേയൊക്കെ നഷ്ടപ്പെട്ടു. ഫാമിലി എങ്ങനെയാണ് സാറിൻ്റെ ഈ ഒരു ഹോബിയിൽ ഒപ്പം നിൽക്കുന്നത്? എല്ലാവർക്കും താല്പര്യപ്പെട്ട ഒരു മേഖലയാണോ? അതെ. ഇവിടെ നിറച്ചും ചെറിയാണെന്ന് തോന്നുന്നല്ലേ? നമ്മൾ ബേക്കറികളിലെല്ലാം ചില്ല് ഭരണിയിൽ ഇട്ട് വെച്ചിരിക്കുന്ന ആകർഷകമായിട്ടുള്ള ആ ഒരു ചെറി ഫ്രൂട്ടാണ് ഇവിടെ നിറയെ കായ്ച്ചിട്ടുണ്ട്. ഇവിടെ ഇതിന്റെ എങ്ങനെയാണ് പരിചരണം? ഒന്നുമില്ല, സാധാരണ നോർമലായിട്ട് നമ്മുടെ ഒരു കാലാവസ്ഥയിൽ വളർന്നു പോകുന്നതാണ്. കാൽ നൂറ്റാണ്ട് കാലം സൗദി അറേബ്യയിൽ പ്രവാസിയായിരുന്ന യൂസഫ് 73-ാമത്തെ വയസ്സിലും പഴവർഗ്ഗങ്ങളും പച്ചക്കറി കൃഷിയും കൈവിടാതെ തുടരുന്നു. കൂടുതലും വിദേശ പഴവർഗ്ഗങ്ങളാണ് വീട്ടുവളപ്പിലുള്ളത്. തായ്ലൻഡ് ലിച്ചി, മാംഗോസ്റ്റീൻ, അബിയു, ബേറാപ്പിൾ, അനാർ, സ്റ്റാർ ഫ്രൂട്ട്, പീനട്ട് ബട്ടർ ഫ്രൂട്ട്, ഡ്രാഗൺ ഫ്രൂട്ട്, മിറാക്കിൾ ഫ്രൂട്ട്, വിയറ്റ്നാം സൂപ്പർ ഏർലി, സീഡ്ലെസ് പ്ലാവുകൾ, ഇസ്രായേൽ അത്തി, വെസ്റ്റ് ഇൻഡീസ് ചെറി, മുന്തിരിപ്പേര, മരമുന്തിരി, എയർ പൊട്ടറ്റോ, മുള്ളാത്ത തുടങ്ങി 35 ഇനത്തിലുള്ള പഴവർഗ്ഗങ്ങൾ ഇവിടെയുണ്ട്. പീനട്ട് ബട്ടറിന്റെ ചെടിയാണ്. പീനട്ട് ബട്ടർ ഫ്രൂട്ട് എന്ന് പറയും ഇതിന്റെ പേര്. ബട്ടർ ഇത് പീനട്ടിന്റെ ഒരു ടേസ്റ്റ് ആണ് ഉണ്ടാവുക. അതെ അല്ലേ? ഇതിലിപ്പം കായ്ക്കണം, പൂവിട്ടിട്ടുണ്ട്, ഇനി കായ്ക്കണം. ഇത് ലിച്ചിയാണ്. ഇതിനപ്പുറമുള്ളത് റംബുട്ടാൻ. ഇത് ഈ കായ കാണുന്നില്ലേ, ഇവിടെ ഒരു കായ, അതാണ് മറ്റേ ഇത് മുള്ളച്ചക്ക. ഇത് കുരുവും ചവണയും ഇല്ലാത്ത ഒരു തരം പ്ലാവാണിത്. ഇതും വിയറ്റ്നാമിൻ്റെയാണ്. ഏകദേശം പൈനാപ്പിൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഇതാണ് ഉണ്ടാവുക. ഇതിന് പൈനാപ്പിൾ കട്ട് ചെയ്ത് കഴിക്കുന്നവരെ കഴിക്കുന്നത്. 12 വർഷമായി പഴവർഗ്ഗങ്ങളും വിവിധ ഇനം പച്ചക്കറികളും കൃഷി ചെയ്തു വരുന്നുണ്ട്. അപൂർവമായിട്ടുള്ള ആകാശവെള്ളരിയും ഇവിടെയുണ്ട്. നടീൽ വസ്തുക്കൾ നാട്ടിൽ നിന്നും തൃശ്ശൂരിൽ നിന്നുമായാണ് ശേഖരിക്കുന്നത്.
നട്ടുവളർത്തലും വളമിടലും നനയ്ക്കലുമെല്ലാം യൂസഫ് തന്നെയാണ് ചെയ്തു വരുന്നത്. നമുക്ക് ഇവിടെ കാഴ്ച കിടക്കുന്നത് അനാറാണല്ലേ? അനാറ്. ഇത് എത്ര വർഷം കൊണ്ടാണ് ഇത് ഇത് കായ്ക്കുക? 3-3.5 വർഷം കൊണ്ട് കായ്ക്കും. ഇതിന് എന്താണ് പ്രത്യേക പരിചരണ രീതി എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. സാധാരണ എല്ലാത്തിനും കൊടുക്കുന്ന വളം തന്നെ. അതെ, നോർമലായിട്ട് ഏത് രീതിയിലുള്ള വളപ്രയോഗമാണ് ഈ ഒരു ബലവൃക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് സാർ ഉപയോഗിക്കുന്നത്? ഞാൻ കടല പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് ജൈവ മാത്രം, മറ്റേതില്ല, രാസവളം ഉപയോഗിക്കുന്നില്ല. മറ്റു രാസ കീടനാശിനികൾ അങ്ങനെ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കുന്നില്ല. അതുപോലെ ഇതിലുണ്ടായിട്ടുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങൾ പുറത്തേക്ക് കൊടുക്കലാണോ, അല്ല വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ബന്ധുക്കൾക്കും അങ്ങനെ ഉപയോഗിക്കാറാണ്? എല്ലാവരും ഉപയോഗിക്കും. പിന്നെ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ, അവർക്കെല്ലാം കൊടുക്കും. ഇതെന്ത് ഫ്രൂട്ടാണ് കാണുന്നത്? വെസ്റ്റ് ഇൻഡീസ് ചെറിയാണല്ലേ? എല്ലാ സമയത്തും ഉണ്ടാവും. സീസൺ ആയിട്ടല്ല, അല്ലാത്ത സമയത്തും ഉണ്ടാവും. പത്ത് 35ഓളം തരത്തിലുള്ള ബലവൃക്ഷങ്ങളുണ്ട്. കൂടാതെ ഈ ആകാശ വെള്ളേരി എന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട് ഉണ്ട്. നമുക്കധികം ഇവിടങ്ങളിൽ കൃഷി ചെയ്ത് കണ്ടുവരാത്ത രീതിയിലുള്ള കാണാത്തത്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.